പ്രൈസ് ലോർഡ്. എന്റെ ശബ്ദം കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പനിയായതുകൊണ്ട് എന്റെ ശബ്ദം ഒരല്പം അടഞ്ഞാണ് ഇരിക്കുന്നത്. എങ്കിലും ശബ്ദം കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഷിക്കാഗോ പ്രെയർ മീറ്റിംഗിൽ കടന്നു വന്ന ദൈവവചനം സംസാരിക്കുവാൻ കർത്താവ് എനിക്ക് തന്ന വലിയ അവസരത്തിനായി കർത്താവിന് നന്ദി അദ്ദേഹത്തോട് സ്തോത്രം ചെയ്യുന്നു. ഒപ്പം ഷിക്കാഗോ പ്രെയർ ലൈനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും വീഡിയോ ഒക്കെ ഓഫ് ചെയ്താണ് ഞാൻ കയറുന്നതെങ്കിലും കയറാറുണ്ട്. എങ്കിലും വീഡിയോ ഓഫ് ചെയ്താണ് ഇരിക്കാറുള്ളത്. കാരണം രാവിലെ എനിക്ക് സമയം കിട്ടാറില്ല. എങ്കിലും ഈ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ചും ഇതിനകത്ത് കൂടുന്ന എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്. അവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയൊരു കൂട്ടായ്മയാണ്, വലിയൊരു അനുഗ്രഹമാണ്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം അനേക ദേവദാസന്മാരിൽ നിന്ന് വചനം കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും പ്രത്യേകിച്ചും അതിരാവിലെ വചനം കേട്ട് ഒരു ഉത്സാഹം ഉണ്ടാകുന്ന വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയും കൂടിയാണിത്. അത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ ആദ്യം മുതൽ തന്നെ പങ്കെടുക്കുവാനൊക്കെയും കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു. ആദ്യമായിട്ട് ഞാൻ ഈ പ്രാർത്ഥനയിൽ എന്റെ സാക്ഷ്യം പറഞ്ഞാണ് ആദ്യമായിട്ട് ഞാൻ കയറിയിരുന്നത്. പിന്നീട് ഓരോ ആഴ്ചയും ഇടവിട്ട് ഒരാഴ്ച പാസ്റ്റർ, അതിന്റെ അടുത്ത ആഴ്ച ഞാൻ അങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നീട് അനേകര് വചനം പറയുവാൻ ഉള്ളത് കൊണ്ട് ഞാൻ ആ ശുശ്രൂഷയിൽ നിന്ന് കുറച്ച് മാറി. പിന്നീട് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നപ്പോൾ പലപ്പോഴും സമയം കിട്ടാതെ പോയി. എങ്കിലും കർത്താവ് ഇത്രത്തോളം ബലം തന്ന് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ചെറിയൊരു മെസ്സേജ്, നമ്മളെല്ലാവരും എന്നും മെസ്സേജ് കേൾക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇതിലുള്ളത് കൂടുതൽ പേരും ദേവദാസന്മാരാണ്. ടീച്ചേഴ്സും പ്രീച്ചേഴ്സും റൈറ്റേഴ്സും എല്ലാം ഉള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ മുന്നിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വചനം നന്നായിട്ട് അറിയാവുന്നവരാണ്. ചെറിയൊരു പ്രാക്ടിക്കൽ മെസ്സേജ് കൊടുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാക്ടിക്കൽ മെസ്സേജ് എന്ന് ഞാൻ പറയാൻ കാരണം, ബൈബിളിനെ ഞാനെപ്പോഴും ബൈബിളിനെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബൈബിളില് തിയറി ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. ഒരു 60% ഡോക്ടറിനാണെങ്കിൽ ഒരു 40% പ്രാക്ടിക്കലാണ് ബൈബിൾ നമുക്ക് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ തിയറി പ്രാക്ടിക്കൽ അനുസരിക്കുകയും വേണം, അതോടൊപ്പം ഡോക്ടറിൽ നമ്മൾ ഉപദേശങ്ങൾ അനുസരിക്കുകയും വേണം, അതോടൊപ്പം തന്നെ നമ്മൾ പ്രവൃത്തിയുള്ളവരുമായിരിക്കണം. കാരണം ഒരു സയൻസ് സ്റ്റുഡൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പ്രാക്ടിക്കലും ഉണ്ട്, അവർക്ക് തിയറി ഉണ്ട്. പ്രാക്ടിക്കൽ 20 മാർക്സിനാണെങ്കിൽ തിയറി ബാക്കിയുള്ള മാർക്സിനാണ്. അപ്പൊ രണ്ടും കൂടി ചേർന്നതാണ് അവരുടെ മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഡോക്ടറിൽ നമുക്ക് ഉപദേശവും വേണം, ഒപ്പം പ്രവർത്തനവും വേണം. രണ്ടും കൂടി ചേർന്നാണ് നമുക്ക് മാർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ പ്രാക്ടിക്കൽ മെസ്സേജ്, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ചെറിയ പ്രാക്ടിക്കൽ മെസ്സേജ് തരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ലോകത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, കത്തോലിക്കര് പലപ്പോഴും 60% അവർ കൂടുതലും പ്രാക്ടിക്കലായിരിക്കും ചെയ്യുന്നത്. വളരെ 40% മാത്രമേ അവർ ഡോക്ടറിന് പ്രാധാന്യം കൊടുക്കാറുള്ളൂ. പക്ഷെ അതും ഒരു തെറ്റായ പ്രവണതയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥിക്കുന്ന പെന്തക്കോസ്ത് സമൂഹത്തിന് പറ്റുന്നതെന്ന് പറഞ്ഞാൽ, അവർ ഡോക്ടറിൽ വളരെയധികം ഫോക്കസ് ചെയ്യുകയും പക്ഷേ പ്രവർത്തനത്തിൽ വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. പ്രവർത്തിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു ബിലീവറിന് കഴിയണം. ഒരു കർത്താവിന്റെ ശിഷ്യന് പ്രവർത്തനവും ഒപ്പം ഉപദേശവും ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് കഴിയണം. നമ്മൾ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് ഉപദേശിക്കുകയും അതോടൊപ്പം അത് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കുകയും പ്രാക്ടിക്കലായി ചെയ്ത് കാണിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് കർത്താവ്. ഇപ്പോ കർത്താവിന്റെ വചനം പറഞ്ഞു, നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുക, അതൊരു പ്രാക്ടിക്കലാണ്. അവൻ വിശക്കുന്നു എങ്കിൽ നിങ്ങൾ അവന് ആഹാരം കൊടുക്കുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കലായ കാര്യമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് സ്നേഹിക്കുക എന്നുള്ളത് ഒരു ഡോക്ടറിലാണെങ്കിൽ, മറുഭാഗത്ത് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വ്യക്തിപരമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം, നമുക്ക് സമൂഹത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം, ഒപ്പം നമുക്ക് സഭയോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ എല്ലാ ഏരിയയിലും ഇത്തരത്തിലുള്ള നമുക്ക് പ്രവർത്തനങ്ങളെ കാണുവാൻ കഴിയുന്നതാണ്. ഇന്ന് ഞാൻ ചെറിയൊരു ചിന്തയ്ക്കായിട്ട് നമ്മുടെ ഒരു ഭാഗം വചനത്തിന് ഒരേ ഒരു വാക്ക് മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്ന റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യമാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, അതിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതിന് താഴോട്ടുള്ള വചനം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഫസ്റ്റ് പാർട്ട് മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പോൾ കർത്താവിന്റെ
പൗലോസ് എഴുതിയ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ താഴേക്ക് വേറെയും വചനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. സോ പൗലോസ് പറയാണ്, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ മാർഗം ഒന്ന് അവസാനിപ്പിക്കണം, അല്ലെ എങ്ങനെയെങ്കിലും ഈ സുവിശേഷ വില ഇല്ലാതാക്കണം, സുവിശേഷം പ്രവർത്തിക്കുന്നവരെ, സുവിശേഷം പറയുന്നവരെ ഇല്ലാതാക്കണം എന്നുള്ള ഒരൊറ്റ എയിമിൽ, ഒരൊറ്റ ഉദ്ദേശത്തിൽ ജീവിച്ച ഒരാളാണ് പൗലോസ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷമുള്ള പൗലോസിനെ നോക്കിയാൽ എങ്ങനെയെങ്കിലും ഈ സുവിശേഷം മറ്റുള്ളവരിൽ പരമാവധി എത്തിക്കണം, എങ്ങനെയെങ്കിലും ആൾക്കാരെ ക്രിസ്തുവിലേക്ക് നയിക്കണം എന്ന ഒരു എയിമിലേക്ക് എത്തിപ്പെട്ട ഒരു പൗലോസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഏത് സ്ഥലത്ത് എവിടെ എനിക്ക് പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പൗലോസ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. അത് ജയിലിലായാലും, അത് കപ്പലിലായാലും, അത് കടലിലായാലും, എവിടെയാണെങ്കിലും തനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെയും കർത്താവിനെ സാക്ഷീകരിക്കാൻ ശക്തമായി ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞു, എന്നെ സുവിശേഷത്തിനായിട്ട് വേർതിരിച്ച ദൈവമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. താൻ അപ്പോസ്തലനാണ്, താൻ വലിയൊരു സൗഖ്യ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. എങ്കിലും തന്നെ താൻ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്റെ സുവിശേഷത്തിന് വേണ്ടി എന്നെ വേർതിരിച്ച ദൈവമെന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്താലും, നമ്മൾ പ്രസംഗിക്കുന്നവരാകാം, നമ്മൾ വളരെ വലിയ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നവരാകാം, എങ്കിലും എല്ലാ ശുശ്രൂഷകന്മാർക്കും ദൈവമക്കൾക്കും ദൈവം കൊടുത്ത ഒരു പ്രാക്ടിക്കൽ മേഖലയുണ്ട്, കൊടുത്തിരിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ് സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നമുക്കറിയാം മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ നമുക്കറിയാം, നമുക്കെല്ലാം ഗ്രേറ്റ് കമ്മീഷനെ പറ്റി നന്നായിട്ട് അറിയാവുന്നവരാണ്. കർത്താവായ യേശുക്രിസ്തു മരിച്ച ശേഷം ശിഷ്യന്മാർ ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്, ഇനി എന്താണ് ചെയ്യേണ്ടത്. അവർക്ക് ഒരു ലക്ഷ്യവും ഇല്ല, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. അവർക്കൊരു എയിമില്ലാത്ത, ഒരു ലക്ഷ്യമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്ന സമയത്താണ് കർത്താവ് വന്ന് അവരോട് ഒരു ലക്ഷ്യം അവർക്ക് കൊടുക്കുന്നത്. ഇത്രയും നാളും അവരുടെ ഗുരു അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നു, അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു, അവർക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ള സകല കാര്യങ്ങൾ അവർക്ക് അവൈലബിൾ ആയിരുന്നു ഗുരു ഉണ്ടായിരുന്നതുകൊണ്ട്. ഗുരു ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ അവർക്ക് ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു, എപ്പോഴും ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു, ഭയങ്കര തിരക്കുള്ള ഒരു ലൈഫായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഗുരു മരിച്ചു മാറ്റപ്പെട്ടപ്പോൾ ശിഷ്യന്മാർക്കറിയില്ല ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോഴാണ് കർത്താവ് യേശുക്രിസ്തു അവരുടെ മുന്നിൽ വന്നിട്ട് പറയും, നിങ്ങൾക്കുള്ള എയിം എന്താണ്, നിങ്ങൾക്ക് ഇനി പ്രവർത്തിക്കേണ്ടത് എന്താണ് എന്ന് കർത്താവ് അവരോട് പറയാണ്. നിങ്ങൾ പോയി എല്ലാ ജാതികളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു എയിമിലേക്കാണ് കർത്താവ് അവരെ കൊണ്ടെത്തിച്ചത്. അതേ എയിം തന്നെയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പൊ പൗലോസിന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ ക്രൂവലായിട്ട്, ഞാൻ പൗലോസിനെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാണ്, അദ്ദേഹം വളരെ ക്രൂവലായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ. അത് ഞാൻ പറയുവാനുള്ള കാരണം, അദ്ദേഹം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെയും തടവുകാരാക്കുകയും തടവിലേക്ക് വലിച്ചഴിക്കുകയൊക്കെ ചെയ്ത വലിയ ക്രൂവലായ ഒരു മനുഷ്യനാണ്. കാരണം സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പാസ്റ്റർമാർ ഉപദ്രവിക്കപ്പെടുമ്പോൾ പലപ്പോഴും ലേഡീസിനെ അവോയ്ഡ് ചെയ്യും, അവരെ വിട്ടുകളയാറുള്ള ചാൻസ് ഉള്ളത്. പക്ഷേ പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് സ്ത്രീകളോട് പോലും ദയ കാണിക്കാത്ത വളരെ ക്രൂവലായിട്ട് അത്രയൊരു മെന്റാലിറ്റി ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് അത്ര വെറുപ്പായിരുന്നു സുവിശേഷത്തോടെങ്കിൽ ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എന്റെ വിളി സുവിശേഷത്തിന് വേണ്ടിയുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് കർത്താവിന്റെ നമ്മളെപ്പോഴും കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയാൻ സന്തോഷമുള്ളവരാണ്, നമ്മൾ കർത്താവിനെ കുറിച്ച് വളരെയധികം പ്രസംഗിക്കുവാൻ സ്റ്റേജുകളിൽ സന്തോഷമുള്ളവരാണ്. പക്ഷെ നമ്മൾ ഇതൊക്കെയും ചെയ്യുമ്പോൾ വലിയൊരു സമൂഹം നമുക്ക് പുറഭാഗത്ത്, അതിന്റെ മറു സൈഡിൽ ദൈവത്തെ അറിയാതെ, ദൈവവചനം കേൾക്കാതെ, കർത്താവിന്റെ വരവിനെ കുറിച്ച് പോലും അറിയാതെ വലിയൊരു കൂട്ടം ഈ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ഒരു ഔട്ട്റീച്ചിന് പോയപ്പോൾ, ഒരു UP-യിലെ ഒരു വലിയ ഉൾനാടൻ ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ കുറെ ലേഡീസിനെ കണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോയത്. ആ ലേഡീസിനെ കണ്ട് ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് അവരോട് വർത്താനം പറയുമ്പോൾ അവിടെ വലിയ ഹൈറ്റുള്ള, ഏകദേശം 6 അടി ഉയരമുള്ള ഒരു സ്ത്രീ, വളരെ നല്ല വണ്ണവും ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു സ്ത്രീ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോ ഞങ്ങൾ പറഞ്ഞു, അത് ഒരു ഹിന്ദി എന്നൊന്നും പറയാൻ പറ്റില്ല, ഗ്രാമത്തിൽ ഒരു മിക്സ് ഹിന്ദി ആയിരിക്കും അവർ പറയുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ വന്നതാണ്, യേശുവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. അന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കും. അവർ പറയുകയാണ്, ഞങ്ങള് യേശുവിന് വോട്ട് കൊടുക്കത്തില്ല, ഞങ്ങൾ മായാവതിക്ക് വോട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോ ആ സമയമൊക്കെ മായാവതി അധികാരത്തിലൊക്കെ വരുന്ന ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള സമയമാണ് UP-യിലൊക്കെ. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിന് വോട്ട് കൊടുക്കില്ല, ഞങ്ങൾ മായാവതിക്ക് മാത്രമേ വോട്ട് കൊടുക്കത്തുള്ളൂ. എന്നിട്ട് അവർ ഞങ്ങളോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടു.
വേറെ ഒരു പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ മായാവതിക്ക് മാത്രമേ വോട്ട്, ഞങ്ങൾ അവർക്ക് മാത്രമേ വോട്ട് ചെയ്തുള്ളൂ. അവർ ഞങ്ങളെ തല്ലാൻ വന്നു. ഇനി ഞങ്ങൾ സുവിശേഷം അവരോട് പറഞ്ഞു, യേശു ഒരു വോട്ട് ചോദിക്കാൻ വന്ന വ്യക്തിയല്ല, യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതം രക്ഷിക്കാൻ വന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവരുടെ സുവിശേഷമൊക്കെ പറയുവാൻ ഇടയായി. എന്നാൽ സുവിശേഷം കേട്ടപ്പോൾ അവർക്ക് ഭയങ്കരമായ എതിർപ്പുണ്ടാകുകയും അവർ ആൾക്കാരെ കൂട്ടി ഞങ്ങളെ തല്ലാൻ വരികയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ ഗ്രാമത്തിൽ നിന്ന് പോയി. പക്ഷേ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ തന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. അതൊക്കെയും നല്ല കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷേ മറുവശത്ത് സുവിശേഷം അറിയാതെ, കർത്താവിനെ അറിയാതെ അനേകർ നാശത്തിന്റെ വാതിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, ഗോസ്പൽ, സുവിശേഷം എന്നത് മനുഷ്യരെ മാറ്റുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്ത് മറ്റെന്തിനെക്കാട്ടിലും സുവിശേഷത്തിൽ കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന 2 വാക്ക് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കാൻ, ഒരു ക്യാരക്ടറിനെ മാറ്റിമറിക്കാൻ, അവരുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുവാൻ ശക്തിയുള്ളതാണ്. നമുക്കറിയാം, ഗോസ്പൽ ഈസ് നോട്ട് ആൻ ഇൻഫോർമേഷൻ, ഇറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഗോസ്പൽ നമുക്കൊരു ഇൻഫോർമേഷൻ അല്ല, ബട്ട് ഗോസ്പൽ നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതാണ്. നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടും. നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ, GPT ഒക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടും. ഏത് സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടും. പക്ഷെ ഇൻഫോർമേഷൻ അല്ല ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത്. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത് സുവിശേഷമാണ്. സുവിശേഷത്തിന് മാത്രമേ ആ ഒരു ശക്തിയുള്ളൂ. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ, ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റുവാനുള്ള ശക്തി ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ആകെയുള്ളത് സുവിശേഷത്തിന് മാത്രമാണ്. കാരണം പൗലോസ് ആ ഭാഗത്ത് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത് ദൈവശക്തിയാണ്. അത് വെറും ഒരു 2 വാക്കല്ല. നാം ഒരു വ്യക്തിയോട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, വിശ്വസിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ ആ ഒരു 2 വാക്ക് വെറും ഒരു വാക്കല്ല. പക്ഷെ ദൈവവചനം പറയുന്നത് ഒരു ദൈവശക്തിയാണ്. അത് ലീഡ്സ് ടു റിപ്പൻറ്റൻസ്. അത് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള 2 വാക്കുകളാണ്. നമുക്ക് ബൈബിളിൽ പലയിടത്തും കാണാം. അത് ആ വാക്കുകൾ ആൾക്കാരെ മാറ്റിമറിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല സുവിശേഷകരും വന്ന് സുവിശേഷം പറഞ്ഞത് കൊണ്ടും പലരും തങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ അവർ വിലയേറിയതായി എണ്ണാത്തത് കൊണ്ടുമാണ് ഇന്ന് നമ്മൾ പലരും ഈ ദൈവവചനം നമ്മുടെ ഭാഷകളിൽ വായിക്കുകയും നമ്മളിന്ന് ദൈവത്തെ അറിയുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നത്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ പൂനെയിലാണ് താമസിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് പൂനെ പട്ടണത്തിലാണ്. എല്ലാവർക്കും അറിയാവുന്ന ഹിസ്റ്ററിയാണ്. ആദ്യമായി കെടുകാവ് എന്ന സ്ഥലത്താണ് പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇറങ്ങുന്നത്. മുക്തി മിഷനിൽ ഞങ്ങൾക്ക് ഏകദേശം ഇവിടുന്ന് 1 hour പോയാൽ മിഷൻ എത്തും, വളരെ അടുത്തായിട്ടാണ്. ആദ്യമായിട്ടാണ് മുക്തി മിഷനിൽ പണ്ഡിറ്റ് രമാബായി മറ്റു ചില സിസ്റ്റേഴ്സും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. അന്ന് അവർ വന്ന് ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ, കേടകാവ് എന്ന സ്ഥലം വാങ്ങിക്കുമ്പോൾ 500 ഏക്കർ സ്ഥലമാണ് അവർ ഒരുമിച്ച് സർക്കാരിൽ നിന്ന് വാങ്ങിയത്. സ്ത്രീകളെ താമസിപ്പിക്കാനാണെന്നും പറഞ്ഞ് സർക്കാർ അവർക്ക് ഫ്രീ ആയിട്ട് ആ സ്ഥലം എഴുതി കൊടുക്കുകയായിരുന്നു. അന്ന് വളരെ കാട് പിടിച്ച് 500 ഏക്കർ എന്ന് പറയുമ്പോൾ വളരെയാണ്, മൊത്തം കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമാണ് അവർ വാങ്ങിച്ചത്. വളരെ തിക്കായ, അന്നത്തെ കാലത്തൊക്കെ പൂനെ വളരെ കാട് പിടിച്ച് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് പൂനെ. അപ്പോൾ വളരെ കാട് പിടിച്ച ഒരു സ്ഥലത്തിലേക്കാണ് അവർ വന്നത് വാങ്ങിച്ച്. അന്ന് സർക്കാർ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ സ്ഥലം നിറച്ച് പാമ്പുകളാണ്. അവർ വാങ്ങിച്ച 500 ഏക്കർ നിറച്ച് കാട്ടിനകത്ത് നിറച്ച് പാമ്പുകളാണെന്ന് സർക്കാരിൽ അവർക്ക് എഴുതി കൊടുത്തവർ ഒരു വാക്ക് മാത്രം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ച് ഇവിടെ നിങ്ങൾക്ക് ഒന്നും പണിയുവാൻ പറ്റത്തില്ല, നിങ്ങൾക്കൊന്നും ഈ സ്ഥലത്ത് ചെയ്യുവാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ ആൾക്കാർ പാമ്പ് കടിയേറ്റ് മരിക്കും. കാരണം അന്നത്തെ കാലത്ത് പാമ്പ് കടിച്ചാൽ ചികിത്സിക്കാനൊന്നും വലിയ സൗകര്യമുള്ള കാലഘട്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാർ പാമ്പ് കടിയേറ്റ് മരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ വിശ്വാസത്തോടെ ആ സ്ത്രീ പറഞ്ഞ ഒരേ ഒരു വാക്കാണ്, ഞങ്ങളുടെ ആൾക്കാർ പാമ്പ് കടിയേറ്റ് മരിക്കില്ലെന്ന് പറഞ്ഞു. അന്ന് അവിടെ കാട് വെട്ടാൻ ഇറങ്ങിയ പല ജോലിക്കാരെയും പാമ്പ് കടിച്ചെങ്കിലും ഒരാൾ പോലും പാമ്പ് കടിയേറ്റ് മരിച്ചില്ല. ആ പാമ്പ് കടിച്ചവർക്കൊക്കെ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ദൈവം അന്ന് അവർക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുക്കുകയും ചെയ്തു. ഇന്നും ആ കേടകാവില്, ഇന്നും ആ കോമ്പൗണ്ടുകളിൽ ഇഷ്ടംപോലെ പാമ്പുകളെ കാണാറുണ്ട്. എന്നാൽ ഒരു വ്യക്തി പോലും പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനവുമായി ഒരു വ്യക്തി മുന്നോട്ടിറങ്ങിയപ്പോൾ, ഒരു മറാഠി ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്ത് മറാഠിയിലേക്ക് പരിഭാഷപ്പെടുത്തി സ്വന്തം ഭാഷയിൽ ആ ബൈബിൾ വായിക്കുവാനുള്ള ഒരു ഭാഗ്യം കിട്ടുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി തന്റെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്ത് താൻ അറിഞ്ഞ വെളിച്ചത്തെ മറ്റുള്ളവരിൽ എത്തിക്കുവാനുള്ള തന്റെ സമർപ്പണം കൊണ്ടാണ് ഇന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി. എന്നാൽ ഇന്ന് പൂനെയുടെ അവസ്ഥ അതല്ല.
ഇന്ന് പൂനെ വളരെ വരണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി. അന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ഒരു സ്ഥലമാണ് ഈ പൂനെ എന്ന് തോന്നുക പോലുമില്ല. അത്രയ്ക്കും വ്യത്യസ്തമായ അനേക മന്ദിരങ്ങളാണ് ഇവിടെ. അനേക ചർച്ചുകൾ ഇവിടെ ഇല്ല. പലയിടത്തും ചർച്ചുകളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പൂനെ മാറി. എന്നാൽ ഇന്ന് ഇത് പറയുമ്പോൾ ഞാൻ മറ്റൊരു വിഷയം പ്രാർത്ഥിക്കാൻ കൂടിയാണ് പറയുന്നത്. ഇന്ന് ആ പണ്ഡിറ്റ് രമാബായിയുടെ കേടഗാവിലെ മുക്തി മിഷൻ സർക്കാർ ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പല കാര്യങ്ങളും അവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവമക്കൾ അത് ഓർത്ത് പ്രാർത്ഥിക്കുകയും വേണം. കാരണം അത് സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഒരു ദൈവിക പ്രവർത്തനം പിന്നീട് ഉണ്ടാവുകയില്ല. കാരണം ഇന്ന് അത്രയും ഏക്കർ സ്ഥലം ഇന്ന് പൂനെ പട്ടണം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ സ്ഥലം ഏറ്റെടുത്താൽ ആ സ്ഥലമൊക്കെ നഷ്ടപ്പെടുവാനും ദൈവപ്രവർത്തനങ്ങൾ നിന്നു പോകുവാനും ഇടയായിത്തീരും. അപ്പൊ നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചത് നമ്മൾ കേവലം ഒരു ടീച്ചേഴ്സ് മാത്രമായിരിക്കുവാനല്ല. പൗലോസ് പറയുന്നത് പോലെ നാം ദൈവവചനം, ദൈവ സുവിശേഷം എനിക്ക് ലജ്ജയില്ല, അതെവിടെ പറയുവാനും ആരുടെ മുന്നിൽ എൻ്റെ കർത്താവിനെ പ്രസന്റ് ചെയ്യുവാനും ഏത് സിറ്റുവേഷനിലും കർത്താവിനെ കുറിച്ച് പറയുവാനും നമ്മൾ പൗലോസിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ഡോർ ടു ഡോർ സുവിശേഷ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. തനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം നന്നായി ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. നമുക്കറിയാം ആദിമ സഭകൾ മിഷനറി ചർച്ചസുകളായിരുന്നു. നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ അന്തോക്യ സഭയിൽ നിന്നാണ് മിഷനറിമാർ പുറത്തേക്ക് പോയത്. പെന്തക്കോസ്ത് ദിവസം അഭിഷേകം പ്രാപിച്ച അന്ന് തന്നെ അനേകർ തങ്ങൾ കേട്ട വചനം മറ്റ് പല സ്ഥലങ്ങളിലും കൊണ്ടെത്തിച്ച് റോമ സഭകളും ഒക്കെ പല സഭകളും അങ്ങനെ സ്ഥാപിക്കപ്പെട്ടതായെന്ന് നമുക്കറിയാം. ഒപ്പം തന്നെ നമുക്കറിയാം തെസ്സലോനിക്ക സഭയിൽ നിന്ന് മിഷനറിമാർ പൗലോസിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അനേക സഭകളിലും നമുക്കറിയാം മിഷനറി ചർച്ചുകളൊന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും ചർച്ചുകളിൽ നിന്നും മിഷനറികൾ പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഒരു ചേഞ്ചസ് നമ്മുടെ ചർച്ചുകൾക്കുണ്ടായി. എന്നാൽ മിഷനറി ചർച്ചുകൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഇന്ന് പല ചർച്ചുകളും ഈ പൂന പട്ടണത്തിലുള്ള പല ചർച്ചുകൾ പോലും അവരുടെ തലമുറ ഏറ്റെടുക്കുവാൻ തയ്യാറല്ല. അനേക പാസ്റ്റർമാർ എഴുന്നേറ്റ് നിന്ന് കണ്ണുനീരോട് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ ചർച്ചുകളുണ്ട്, പക്ഷെ അവർ പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് ഏറ്റെടുക്കുവാൻ തയ്യാറല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറില്ല, ഇതിനു ശേഷം ഇത് ആര് കൊണ്ടുപോകും എന്ന ഒരു ചോദ്യം അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണാൻ പറ്റാറുണ്ട്. കാരണം അന്ന് നമുക്കറിയാം മോശ കൊട്ടാരത്തിൽ വളർന്നെങ്കിലും മോശയുടെ അമ്മ യോക്കബേദ് അവന്റെ മനസ്സിൽ നീ മിസ്രൈമിലെ രാജാവാകേണ്ടവനല്ല, നിന്റെ വിളി മിസ്രൈമി രാജാവാകാൻ ഉള്ളവനല്ല എന്നൊരു ഉദ്ദേശം, എന്നൊരു സീഡ്, എന്നൊരു വിത്ത് മോശയുടെ ഹൃദയത്തിനുള്ളിൽ വിതയ്ക്കാൻ അവന്റെ പേരൻസിന് കഴിഞ്ഞിരുന്നു. നമ്മുടെ തലമുറയുടെ ഉള്ളിൽ നമ്മൾ അവരെ ഡോക്ടർ ആക്കുമ്പോഴും എഞ്ചിനീയർ ആക്കുമ്പോഴൊക്കെ എല്ലാം നല്ല കാര്യമാണ്. പക്ഷെ നമുക്ക് അവരുടെ ഉള്ളിൽ നാം ആരാണെന്നുള്ളത്, നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, നമ്മളെ ദൈവം എന്തിനാണ് കണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിഷൻ അവരുടെ ഉള്ളിൽ നമുക്ക് കൊടുക്കുവാൻ കഴിയണം. ഞാൻ രക്ഷിക്കപ്പെടുവാൻ കാരണം ഞാൻ ജനിച്ചത് പഞ്ചാബിലാണെങ്കിലും ഞാൻ വളർന്നത് കൊല്ലത്ത് ചടയമംഗലം എന്നൊരു സ്ഥലത്താണ്. ചടയമംഗലം ഇന്നും സുവിശേഷീകരിക്കപ്പെട്ട ഒരു സ്ഥലമല്ല. ചടയമംഗലത്ത് ഇന്നും ഒരു ചർച്ച് പോലുമില്ല. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു ദേവദാസം വന്നു. അന്നത്തെ കാലത്ത് ഞാൻ താമസിക്കുന്ന ഏരിയയിൽ എങ്ങും ഒരു സുവിശേഷ പ്രവർത്തനമില്ല, ഒരു സുവിശേഷകനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അന്ന് ആദ്യമായിട്ട് എൻ്റെ വീട്ടില് എവിടെ നിന്നോ കുറച്ച് ട്രാക്സുമായിട്ട് ഒരു ദേവദാസം വന്നു. ആ ദേവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയുടെ വീട് തൊട്ടടുത്താണ്. ആ വീട്ടിലും വന്നു, എൻ്റെ വീട്ടിലും വന്നു. ഞങ്ങളുടെ ഏരിയയിൽ ആകെ ആ ദേവദാസൻ കടന്നു വന്നത് ഞങ്ങളുടെ 2 പേരുടെയും വീട്ടിൽ മാത്രമാണ്. ആ ദേവദാസൻ കടന്നു വന്നിട്ട് ഞങ്ങളുടെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. എനിക്ക് അദ്ദേഹം പറഞ്ഞ എന്താണെന്നൊന്നും ഓർമ്മയില്ല, പക്ഷെ ചെറിയൊരു ഓർമ്മയുണ്ട് അദ്ദേഹം ഇതുപോലെ വന്നതായിട്ട്. അദ്ദേഹം വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രാർത്ഥന എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു അച്ഛൻ വരുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം, വന്നാൽ അദ്ദേഹം നിങ്ങളെ തല്ലും. കാരണം ഒരു സുവിശേഷകനെ ആ ഏരിയയിൽ കണ്ടാൽ തല്ലും. നിങ്ങൾ വേഗം പൊയ്ക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു കടന്നുപോയി. പക്ഷെ ആ 2 വീട്ടിൽ മാത്രമേ അദ്ദേഹം വന്നിട്ടുള്ളൂ. ആ ഏരിയയിലുള്ള വേറൊരു വീട്ടിലും അദ്ദേഹം പോയിട്ടില്ല. ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അത് ആരാണെന്ന് ആർക്കും അറിയത്തില്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കുമ്പോൾ ഓർക്കാറുണ്ട്, കർത്താവ് തന്റെ ദൂതനെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചതാണ്. കാരണം ഞാനത് പറയാനൊരു കാരണമുണ്ട്. ആ ഏരിയയിൽ ഇന്ന് വിശ്വാസികൾ ഉണ്ടെങ്കിൽ ഈ 2 ഭവനത്ത് മാത്രമേ വിശ്വാസികളുള്ളൂ. മൊത്തം ചടയമംഗലത്ത് വിശ്വാസികളെന്ന് പറയാൻ എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളും മാത്രമേ വിശ്വാസികളായിട്ട് ഇന്നും ചടയമംഗലത്തുണ്ട്. ഇന്നും ചടയമംഗലത്ത് ഒരു പ്രവർത്തനം നടക്കുവാൻ അവർ സമ്മതിക്കില്ല. എന്നാൽ 6ാം ക്ലാസ്സിൽ ഞാൻ കേട്ട സുവിശേഷം അദ്ദേഹം എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാൽ 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ
രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ രക്തമൊലിച്ച് കിടക്കുന്നത് കാണുവാൻ, ദർശനം കാണുവാൻ ഞാൻ ഇടയായിത്തീർന്നു. അന്ന് അത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ച ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിയുടെ ദൈവം എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഹിന്ദുവായ എൻ്റെ അടുത്ത് ക്രിസ്ത്യാനിയുടെ ദൈവം എന്തുകൊണ്ട് വന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ അതാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിലേക്ക് നയിച്ചത്. അപ്പം ഒരു പക്ഷേ അന്ന് വന്നത് ദൈവദൂതനാണോ, ദൈവം അയച്ച ഒരു ദൈവദാസനാണോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ അദ്ദേഹം ഇന്ന് ലോകത്തുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇതും അറിയില്ല, അന്ന് അദ്ദേഹം കടന്നു വന്ന ഭവനത്തിൽ നിന്ന് ആൾക്കാർ രക്ഷിക്കപ്പെട്ടു എന്ന്. നമുക്കൊരാളെ രക്ഷിക്കപ്പെടുത്തുവാൻ കഴിയില്ല, പക്ഷെ നമുക്ക് വിത്ത് വിതയ്ക്കുവാൻ കഴിയും. നമുക്ക് ദൈവം തന്ന വെളിച്ചം മറ്റുള്ളവരിൽ എത്തിക്കുവാൻ കഴിയും. അതൊരു പക്ഷെ നമ്മൾ പോലും അറിയണമെന്നില്ല. അത് വളർന്ന് ഫലം കായ്ച്ചെന്നോ അല്ലെങ്കിൽ ആ ഭവനത്ത് അത് വ്യത്യാസങ്ങൾ വരുത്തിയെന്നോ ആൾക്കാർ രക്ഷിക്കപ്പെട്ടെന്നോ ഒന്നും ചിലപ്പോൾ നമുക്ക് അത് അറിയണമെന്നില്ല. കാരണം സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേജുകളിൽ അറിയപ്പെടുന്ന ഒരു വേലയല്ലത്. നമ്മൾ അറിയണമെന്നില്ല, പക്ഷേ പ്രതിഫലം കൊടുക്കുന്ന ദിവസം അദ്ദേഹത്തിന് മനസ്സിലാകും ദൈവം ആ ഒരു ഭവനത്ത് അത്ഭുതം പ്രവർത്തിച്ചത്. എന്റെ മാതാവ് എപ്പോഴും പറയും, ഈ ചടയമംഗലം ഹിന്ദുക്കളുടെ ഏരിയ ആണ്, ഇവിടെ പെന്തക്കോസുകാരില്ലെന്ന്, നിങ്ങളെ പോലെ ഒരു ജാതി ഇവിടെ ഇല്ല. വളരെ വെറുപ്പോടെയാണ് എൻ്റെ അമ്മ അത് പറയുന്നത്. നിങ്ങളെ പോലെ ഒരു ജാതി ഈ ഏരിയയിലില്ല. അപ്പൊ ഞാൻ തമാശയായിട്ട് എപ്പോഴും അമ്മയോട് പറയാം, നാട്ടിലില്ലെങ്കിൽ എന്താ അമ്മയുടെ വീട്ടിൽ പെന്തക്കോസുകാരില്ലേന്ന് പറയും. അപ്പൊ എന്നെ അമ്മ വല്ലാതെ വയലന്റ് ആയിട്ട് കുറെ വഴക്കൊക്കെ പറയും. അപ്പോ അങ്ങനെ വിളിച്ച് വേർതിരിച്ചത് ദൈവത്തിന്റെ ഒരു സ്നേഹമാണ് ദൈവം. അതുകൊണ്ട് എനിക്ക് എപ്പോഴും കാണുന്നവരോട് സുവിശേഷം പറയണമെന്ന് വലിയൊരു ആഗ്രഹമുള്ള ഒരാളാണ്. ഒരാളും നഷ്ടപ്പെട്ടു പോകരുത്. കാരണം അന്ന് ഒരാൾ എൻ്റെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ, ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു സ്നേഹം അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഒരു പാരമ്പര്യത്തില് പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ച് വളരാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വലിയ പാഷനാണ്. നമ്മൾ അറിഞ്ഞ വെളിച്ചം മറ്റുള്ളവരിൽ എത്തിക്കണം. സുവിശേഷ വേലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേല. എത്ര പ്രീച്ചിങ് ചെയ്താലും എത്ര മറ്റു വേലകളൊക്കെ ചെയ്യാതെ ഞാൻ എപ്പോഴും സന്തോഷമുള്ളത് സുവിശേഷ വേല ചെയ്യുമ്പോഴാണ്. അന്ന് ഞങ്ങൾ അഹമ്മദ് നഗറിലായിരുന്നപ്പോൾ ആയിരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ മിനിസ്ട്രി ഉണ്ടായിരുന്നു. അവിടുത്തെ സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നാട്ടിലുള്ളവർ ചിന്തിക്കരുത് അവിടുത്തെ ഹോസ്പിറ്റൽ പോലെയാണെന്ന്, അല്ലെ അമേരിക്കയിലുള്ളവർ ചിന്തിക്കില്ല സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഹോസ്പിറ്റൽ അതുപോലൊക്കെ വലിയ വൃത്തിയുള്ള ഭംഗിയുള്ള ഹോസ്പിറ്റലാണെന്നൊന്നും ചിന്തിക്കരുത്. നമ്മൾ കണ്ടാൽ ബോധം കെട്ട് വീഴുന്ന, ഞാൻ പറയാം അനസ്തേഷ്യ കൊടുക്കാതെ തന്നെ നമ്മൾ അതിനകത്ത് കയറി ബോധം കെട്ട് വീഴും. അത്ര വൃത്തിഹീനമായ, അത്ര വൃത്തികെട്ട സ്മെല്ലുള്ള ഹോസ്പിറ്റലുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. തീരെ വൃത്തിയില്ലാത്ത, നമുക്ക് അവിടുത്തെ ഒരു ടോയ്ലറ്റ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അത്ര വളരെ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമായിരിക്കും. കാരണം ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ കടന്നു വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അഹമ്മദ് നഗർ എന്ന ഒരു സ്ഥലത്ത്, മഹാരാഷ്ട്രയിൽ തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ ബീഹാറിൽ നിന്നും അഹമ്മദ് നഗർ എന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ, ഞാൻ ആ വീട്ടിൽ വന്നപ്പോൾ ആദ്യം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ കാർട്ടണുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. അപ്പൊ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അത് നിറച്ച് ട്രാക്സുകളാണ്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ അവിടെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ച്, ഈ ട്രാക്സുകൾ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് കാര്യമില്ല, ഇത് മറ്റുള്ളവരിൽ എത്തണം. അങ്ങനെ ഞാൻ ചർച്ചിലെ 2-3 സഹോദരിമാരെയും കൂട്ടി ചാക്കുകൾ നിറച്ച് ട്രാക്സുമായിട്ട് പാസ്റ്റർ ഞങ്ങളെ 2 വീലറിൽ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ കൊണ്ടാക്കും. ഞങ്ങൾ ഈ ട്രാക്സ് എല്ലാം വാരി കെട്ടി സ്ട്രീറ്റുകളിൽ പോയിട്ട് എല്ലാ വീടുകളും ഡോർ ടു ഡോർ സുവിശേഷം എത്തിക്കാം. പലരും ഞങ്ങളെ വളരെ മോശമായിട്ട് ഇടപെടുമായിരുന്നു, പലരും ഞങ്ങളെ ചീത്ത വിളിക്കുമായിരുന്നു, കേൾക്കാൻ കൊള്ളാത്ത വാക്കുകൾ പറയുമായിരുന്നു. എന്നാൽ അവിടെയെല്ലാം എനിക്ക് അതിലൊരു സന്തോഷമുണ്ട്. അഹമ്മദ് നഗർ മുഴുവൻ ഞങ്ങൾ സുവിശേഷം എത്തിക്കാത്ത ഒരു സ്ഥലമില്ല. ആ ഏരിയ മുഴുവൻ കവർ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെയാണ് ഒരാൾ ഞങ്ങളോട് പറയുന്നത്, ഇവിടുത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പോകാം. അങ്ങനെ അവിടെ പരിചയമുള്ള ഒരു സ്റ്റാഫുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ അവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സുവിശേഷം പറയുവാൻ പോയി. വളരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര ഒരു സാഹചര്യമാണ് അതിനകത്തുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ചാക്കുകളിൽ ട്രാക്സ് നിറച്ച് സുവിശേഷവുമായി ഹോസ്പിറ്റലിൽ എല്ലാ വാർഡുകളും കയറി ഇറങ്ങും. അങ്ങനെ ഞങ്ങളൊരു വാർഡിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയാണ്. അവിടെ ശരീരം ആകെ കറുത്ത് ആകെ വല്ലാതെ ഒരു ശ്വാസം മാത്രമുള്ള ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. ഞങ്ങൾ അടുത്ത ബെഡിലുള്ള ആളോട് സുവിശേഷം പറയുമ്പോൾ അവരുടെ അമ്മ കരഞ്ഞുകൊണ്ട് വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുഞ്ഞ് മരിക്കാറായിട്ട് കിടക്കുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി ആ കുഞ്ഞിന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയാം, അന്ന് ഡോക്ടർ എഴുതി തള്ളിയ ആ കേസ് ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ, അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ ആ കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് സംസാരിക്കുന്ന കാണുവാൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവർ ഗ്രാമത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ ഞങ്ങൾ സുവിശേഷം പറഞ്ഞ് ട്രാക്സ് കൊടുത്ത് അവിടെ ഏതെങ്കിലും ചർച്ചിൽ പോകണമെന്ന് പറഞ്ഞ് വളരെ ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്ന് വന്നവരാണ്.
അവരെ പറഞ്ഞു വിട്ടു. പക്ഷെ അങ്ങനെ പല അത്ഭുതങ്ങളും ആ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് കാണുവാൻ ഇടയായി. അന്നേരമാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞത്, ഇവിടെ ഒരു എയ്ഡ്സ് വാർഡുണ്ട്, എയ്ഡ്സ് പേഷ്യന്റിനെ മാത്രം വെക്കുന്ന ഒരു വാർഡുണ്ട് അവിടേക്ക്. പക്ഷെ പുറത്തു നിന്നുള്ള ആർക്കും പെർമിഷൻ ഇല്ല. പക്ഷെ ഞങ്ങൾ സംസാരിച്ചു, ആ സ്റ്റാഫ് സംസാരിച്ചു. അങ്ങനെ പുറത്തുനിന്ന് ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾ രണ്ടുപേരെ അലൗഡ് ചെയ്തു ആ എയ്ഡ്സ് പേഷ്യന്റിന്റെ വാർഡിൽ കയറി സുവിശേഷം പറയുവാനായിട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരു കാഴ്ചയാണ് എയ്ഡ്സ് വാർഡിൽ കണ്ടത്. അന്ന് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-13 വർഷം മുന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഭയങ്കര ഭയമാണ്. അങ്ങനെ ഞങ്ങള് ആ എയ്ഡ്സ് വാർഡിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് അവിടെ ഒരു സ്ട്രക്ചറിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നതാണ്. അവിടെ സൈഡിൽ ഒരു സ്ട്രക്ചർ കിടക്കുന്നു, അതിലൊരു ഡെഡ് ബോഡി ഇങ്ങനെ ഇട്ടേക്കാണ്. എയ്ഡ്സ് വന്ന് മരിച്ച ആളുടെ ഡെഡ് ബോഡി ഇട്ടേക്കാണ്. അപ്പോ കയറുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹ്യമായ സ്മെല്ലാണ്, ഭയങ്കരമായ സ്മെല്ല്, നമുക്ക് നിൽക്കുവാൻ പോലും പറ്റാത്ത സ്മെല്ലാണ്. ബ്ലഡാണ്, ഫ്ലോർ നിറച്ച് ബ്ലഡ് കിടക്കുകയാണ്. ഒരു സ്ത്രീ ഫ്ലോറിൽ ഇരുന്ന് നിരങ്ങുന്നു, അവർ നിരങ്ങി പോകുമ്പോൾ അവരോടൊപ്പം ബ്ലഡ് ഒഴുകുകയാണ്. അപ്പോ വളരെ വൃത്തിഹീനമായ, വളരെ മനുഷ്യരാണോ അതിനകത്ത് താമസിക്കുന്നത് പോലും തോന്നാത്തക്ക തരത്തിലുള്ള വളരെ വൃത്തിഹീനമായ ഫുൾ ബ്ലഡ് ആണ് താഴെ. കാരണം അവരുടെ ചിലരുടെ എല്ലാം കൈകളിൽ മുറിവാണ്, അതിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നു. കാരണം ഇമ്മ്യൂണിറ്റി അവർക്ക് കുറയുന്നത് കൊണ്ട് ഹീലാവത്തില്ല. വളരെ വൃത്തികെട്ട ഒരു അന്തരീക്ഷത്തിലേക്ക്. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം, ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സിസ്റ്ററും ഒരു കാര്യം തീരുമാനിച്ചു, ഞങ്ങൾ മുഖം കെട്ടാതെ തന്നെ ഇതിനകത്ത് കയറും. കാരണം ഞങ്ങൾ മുഖമൊക്കെ കെട്ടിമറിച്ച് കയറിയാൽ അവർക്ക് നമ്മളടുത്ത് ഒരു അടുപ്പം തോന്നത്തില്ല. അതുകൊണ്ട് ആ സ്മെല്ല് സഹിച്ച് നമുക്ക് മുഖം കെട്ടാതെ തന്നെ ഇതിനകത്ത് കയറി സുവിശേഷം പറയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനകത്ത് കയറുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം മനുഷ്യരെ കണ്ടപോലെ അവരെല്ലാം കൂടെ ഓടി ഞങ്ങളുടെ അടുത്ത് വന്നു. അവരെല്ലാം കൂടെ ഞങ്ങളുടെ അടുത്ത് വന്ന് ചുറ്റും കൂടി നിന്നിട്ട്, നിങ്ങൾ എന്താ വന്നേ, ഇതിനകത്ത് എന്താ വന്നേ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയിരിക്കാൻ പറഞ്ഞു. അപ്പൊ അവരെല്ലാവരും അവരവരുടെ ബെഡിൽ പോയിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആ വാർഡിന്റെ നടുക്ക് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ട് വന്നതാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യം അവർ ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, ഞങ്ങൾക്ക് ജീവിതം തിരിച്ചു കിട്ടുമോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രോഗം സൗഖ്യമാവോ, ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ, ഞങ്ങളെ മരിക്കാനാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഞാൻ എപ്പോഴും അവരുടെ ആ വാക്കുകൾ ഓർക്കും. അപ്പോ ഞങ്ങൾ അവരോട് സുവിശേഷമൊക്കെ പറഞ്ഞു. ഞങ്ങൾ പലരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പലരുടെ ജീവിതത്തിലും വ്യത്യാസങ്ങൾ കണ്ടു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പഞ്ചാബിൽ നിന്ന് 17 വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെയുണ്ട്, വളരെ സുന്ദരിയായ നല്ലൊരു പെൺകുട്ടി അവിടെയുണ്ട്. അവളോട് ഞങ്ങൾ സുവിശേഷം പറഞ്ഞു. അപ്പൊ അവളോട് ഞാൻ ചോദിച്ചു, നിനക്ക് ഈ രോഗം എങ്ങനെ ഉണ്ടായി? അപ്പൊ അവള് പറഞ്ഞു, എന്നെ സ്നേഹിച്ച് ചെറുക്കന്റെ കൂടെ ഇറങ്ങിപ്പോയതാണ്, പക്ഷെ ആ ചെറുക്കൻ എന്നെ മറ്റു പലർക്കും കൊണ്ട് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു, അങ്ങനെ എനിക്ക് ഈ രോഗം പിടിപെട്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നെന്ന് ആ പെൺകുട്ടി പറഞ്ഞു. 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലും ഞങ്ങൾ അവിടെ കണ്ടു രോഗബാധിതയായിട്ട്. അപ്പൊ പിന്നീട് ഞങ്ങൾ ആ സ്റ്റാഫിനോട് ഇത് സംസാരിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത്, ഇവർ മരിക്കാൻ വേണ്ടി മാത്രം ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നതാണ് ഈ ആൾക്കാരെ. കാരണം എയ്ഡ്സ് അന്നത്തെ കാലത്ത് വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് സമൂഹത്തിൽ. അപ്പോ അവർ പറഞ്ഞു, അവരുടെ വീട്ടുകാർ ആ എയ്ഡ്സ് പിടിച്ചവരെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടിടും, എന്നിട്ട് അവർ പറയും, ഇവര് മരിക്കുമ്പോൾ ഞങ്ങളെ ഫോൺ ചെയ്ത് വിളിച്ചാൽ മതി, അപ്പൊ ഞങ്ങൾ വന്ന് ഇവരുടെ ഡെഡ് ബോഡീസ് കളക്ട് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞു. അന്ന് പലരും രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. പലരും പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം, പക്ഷെ ഞങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. പലരോടും ഞങ്ങൾ പ്രാർത്ഥന പറഞ്ഞു, ദൈവത്തിന്റെ വചനം പറഞ്ഞു, അവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവിടുത്തെ ഒരു മിനിസ്ട്രിയുടെ വിശേഷത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ മിനിസ്ട്രി ചെയ്തിട്ട് ആ ആഴ്ച ഞങ്ങൾ വചനം പറഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ തിരിച്ചു വരുന്ന ആഴ്ച പലരും ജീവനോട് ഉണ്ടായിരിക്കത്തില്ല, പലരുടെ ഡെഡ് ബോഡി ആയിരിക്കും നമ്മൾ കാണുന്നത്. പലരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിരിക്കും. എങ്കിലും കർത്താവ്, ഞങ്ങൾ ഇങ്ങനെ കുറെ പഴയ വസ്ത്രങ്ങളും കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് ഇങ്ങനെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ആ വാർഡിൽ കണ്ടിന്യൂ ആയിട്ട് പോകുമായിരുന്നു. അനേകര് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ഏറ്റവും സന്തോഷിച്ച മിനിസ്ട്രിയിൽ എത്ര വചനം പറഞ്ഞതിനെക്കാട്ടിലേറെ ആ ഒരു വാർഡിൽ ദൈവത്തിന്റെ മിനിസ്ട്രി ചെയ്യുവാൻ അവരുടെ ഇടയിൽ കർത്താവ് തന്നെ ഒരു വലിയൊരു അവസരത്തെ ഓർത്താണ് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നത്. നമുക്ക് രോഗം പിടിച്ച ശരീരമാണെങ്കിലും കുഷ്ഠം പിടിച്ച ശരീരമാണെങ്കിലും എത്ര അറപ്പുളവാക്കുന്ന ശരീരമാണെങ്കിലും അതിനുള്ളിൽ ഒരു ആത്മാവുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും നോക്കാതെ നമ്മൾ അവരോട് സുവിശേഷം പറയുവാൻ ഇടയായി തീരും. ഞാൻ എൻ്റെ വചനത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ദൈവദാസന്മാരാണ്, പലരും ശുശ്രൂഷയിലാണ്, എല്ലാവരും സുവിശേഷം പറയുന്നവരാണ്. എങ്കിലും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രകാശമുണ്ട്, നമ്മുടെ വ്യത്യാസപ്പെടുത്തിയ ഒരു പ്രകാശം, അത് സുവിശേഷം. ആ സുവിശേഷം നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെയും പൗലൂസിനെ പോലെ നമുക്ക് അത് പ്രയോജനപ്പെടുത്താം. പൗലൂസ് പറയുന്നത് പോലെ, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല,
നമുക്ക് നമ്മളെ മാറ്റിയ ആ സുവിശേഷം, നമ്മളോട് ആരെങ്കിലും സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ആ ദൈവം തന്നിരിക്കുന്ന ആ ഒരു സെറ്റ് അപ്പാർട്ട് മീ എന്ന് പറഞ്ഞ പോലെ, പൗലോസ് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ജീവിതം കൂടുതൽ ദൈവത്തിന് വേണ്ടി ദിവസങ്ങളിൽ പ്രയോജനപ്പെടുവാൻ ഇടയാകട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പോകുക ഗ്രാമങ്ങൾ നഗരങ്ങൾ പർവ്വതമേടുകൾ താഴ്വരകൾ, പോകൂ നീ ലോകത്തിനറ്റത്തോളം, ജാതികളെയൊക്കെ ശിഷ്യരാക്കാം. നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ഒരു സാക്ഷ്യവും വചനവും ഒക്കെയാണ് നമ്മൾ കേട്ടത്. കർത്താവ് നമ്മളെ വിളിച്ച് അവൻ്റെ വേലയിലാക്കിയെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് അനുസരിച്ച് ചെയ്യാനാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം ജോബിൻ ജോൺ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മൾ ആ സാഹചര്യങ്ങൾ കേട്ടല്ലോ. യേശുവിനെ കുറിച്ച് പറയാനാ വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്നത് എന്താണ്? യേശുവിനൊന്നും ഞങ്ങൾ വോട്ട് കൊടുക്കത്തില്ല, മായാവതിക്ക് വോട്ട് കൊടുക്കത്തുള്ളൂ. അത്രമാത്രമാണ് ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആളുകൾക്ക് ഉള്ള ആ ഒരു അവബോധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ 2000 വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനികളായിട്ട് ശിഷ്യന്മാരായിട്ട് ഇരിക്കുകയാണ്. 2000 വർഷങ്ങളായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. എന്നാൽ ആ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടോ? ആളുകളെ എത്രമാത്രം നമ്മൾ അതിനെക്കുറിച്ച് വേവലാതി ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. സുവിശേഷത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നീട് സഹോദരി പറഞ്ഞല്ലോ, ആ സാഹചര്യങ്ങളൊക്കെ എത്ര ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ. നമുക്കറിയാം, എയ്ഡ്സ് ഒക്കെ വന്ന സമയത്ത് എയ്ഡ്സ് കൊണ്ട് മരിച്ചതാണെന്ന് ആരും പറയത്തില്ലായിരുന്നു. അങ്ങനെ അറിഞ്ഞാൽ ആ പിള്ളേരെ എല്ലാം കൂടെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ ആ കർത്താവിൻ്റെ സ്നേഹവുമായി സുവിശേഷവുമായിട്ട് പോയത്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ സൗകര്യപ്രകാരം സുവിശേഷ വേല ചെയ്യാനാണ് നമുക്ക് ആഗ്രഹം. എന്നാൽ നമ്മൾ ഭയപ്പെടുന്നതായ ഭയാനകമായിട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കാത്തതായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോകാനാണ് പലപ്പോഴും ദൈവം നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കർത്താവിൻ്റെ ദാസി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വാംശീകരിച്ച് ആ സുവിശേഷത്തിന് വേണ്ടി ശക്തരായിട്ട് നമുക്ക് നിലനിൽക്കാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. സുനിൽ പാസ്റ്ററും രമ സിസ്റ്ററും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഈ പ്രെയർ ലൈന് കൊടുക്കുന്ന നേതൃത്വത്തെയും കർത്താവ് ആശീർവദിക്കട്ടെ. ആ കുടുംബത്തിനെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രെയർ ലൈൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു.